എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് പെരി പെരി ചിക്കനാണ്. ഓവനൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടുള്ള പാനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ മാരിനേറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അധികം താമസിയാതെ ആദ്യം തന്നെ നമുക്ക് പെരി പെരി സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതൊരു സൗത്ത് ആഫ്രിക്കൻ ഡിഷാണ്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ള കാന്താരി മുളക് വേണം. വലിയ ടൈപ്പിലുള്ള കാന്താരി മുളകാണ്, നന്നായിട്ട് പഴുത്തത്. നമ്മുടെ സാധാരണ കാന്താരി മുളക് എടുത്താലും മതി. ഇതുകൂടാതെ നമ്മൾ ഇതിലേക്ക് ഒരു 3 ചെറിയ സവാള ചേർക്കുന്നുണ്ട്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കാം. 5-6 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലി വെളുത്തുള്ളിയാണ്. ഇതൊന്ന് കഷ്ണങ്ങളാക്കിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ചില്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാന്താരി മുളകാണ് എടുക്കുന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ഒരു പിടിയെങ്കിലും ചേർത്ത് കൊടുക്കും. പകുതി നാരങ്ങയുടെ നീരും ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇത് നല്ല പുളിയും എരിവും ഒക്കെ ഉള്ള ഒരു അടിപൊളി ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുരുമുളകാണ്. മുഴുവനെയുള്ള കുരുമുളകാണ് ചേർക്കുന്നത്, പൊടിയല്ല. ഇനി നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ച് പാപ്രിക്ക കൂടി ചേർക്കുന്നുണ്ട്. പാപ്രിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചാണ്. ഇത് സ്മോക്ഡ് പാപ്രിക്കയാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി എടുത്താൽ മതി. അത് എരിവനുസരിച്ചിട്ട് ചേർക്കാം. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. ഈ വിനീഗറും നാരങ്ങാനീരും ഒക്കെയാണ് ഇതിലൊരു പുളിപ്പ് രസം കൊടുക്കുന്നത്. ഇത് കൂടാതെ ഇതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാം. ഒലിവ് ഓയിൽ തന്നെ ചേർക്കുക, വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കരുത്, ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഈ പുളിപ്പ് രസം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുളിപ്പും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പെരി പെരി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സോസിൻ്റെ ടേസ്റ്റാണ് ഇത്. ഇനി നമുക്ക് ഈ മസാല ചിക്കനിലേക്കൊന്ന് പുരട്ടാം. നമ്മളിവിടെ 1/2 കിലോ എല്ലില്ലാത്ത തൈസാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള ലെഗ് പീസും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചിക്കൻ ബ്രസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് തൈസ് അല്ലാന്നുണ്ടെങ്കിൽ ലെഗ് പീസ് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പെരി പെരി സോസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബാക്കി വരുന്ന സോസ് നിങ്ങൾക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും നന്നായിട്ട് പുരട്ടിയിട്ട് വെക്കണം. അപ്പോഴാണ് ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് 1 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. 1-2 മണിക്കൂർ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. നമ്മളിവിടെ 1 മണിക്കൂറാണിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ, അല്ലാതെങ്കിൽ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ പാനോ ഇരുമ്പിൻ്റെ പാനോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പാനിൽ നമ്മൾ എണ്ണയൊന്നും ഇടാതെയാണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. കാരണം നമ്മൾ മാരിനേറ്റിൽ ഇത് ചേർത്തിട്ടുണ്ട് ഒലിവ് ഓയിൽ. നന്നായിട്ട് പാൻ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ തിരിച്ചിടരുത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് തിരിച്ചിടേണ്ടത്. അപ്പോൾ ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് അവനിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അവനിൽ ഗ്രില്ല് ചെയ്യുന്ന ഒരുപാട് റെസിപ്പീസ് നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ പീസിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടും അതുപോലെ തന്നെ കട്ടി അനുസരിച്ചുമാണ് ഓവനിൽ ടൈം വേരി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സൈഡൊന്ന് ഗ്രില്ലായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് വേവുന്ന വരെ തിരിച്ചു മറിച്ചു വിട്ട് ഗ്രില്ല് ചെയ്ത് എടുക്കണം. ഇനി പാനിലല്ലാതെ നിങ്ങൾക്ക് കനലിൽ ചുട്ടിട്ടും എടുക്കാവുന്നതാണ്. ബാക്കിയുള്ള സോസ് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കാം. ഒരുപാട് സോസ് നമ്മളിതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം എല്ലാം കൂടെ കരിഞ്ഞ് ഇരിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് ഇപ്പോൾ ഗ്രില്ലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു പെരി പെരി ചിക്കൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്